സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ എല്ലാ പ്രായത്തിലുള്ള സഹതാരങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന നടനാണ് മമ്മൂട്ടി. വളർന്നു വരുന്ന യുവതാരങ്ങളെ പോലും അവരുടെ വർക്കുകൾക്ക് അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും മടിയില്ലാത്ത സൂപ്പർ സ്റ്റാർ ഇന്ന് കാണിക്കുന്ന താരപദവിയും പണവും പ്രശസ്തിയും സിനിമയും ജനങ്ങളും നൽകിയതാണെന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് കൂടിയാണ് തനിക്കൊപ്പം മറ്റുള്ളവരെയും അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്നത്. തൻ്റെ സഹപ്രവർത്തകർക്ക് താങ്ങാവേണ്ട സമയങ്ങളിൽ അതിനും നടൻ സമയം കണ്ടെത്താറുണ്ട്. ഏതെങ്കിലും താരത്തിനോ അവരുടെ പ്രിയപ്പെട്ടവർക്കോ അരുതാത്തത് സംഭവിച്ചുവെങ്കിൽ എത്തിപ്പെടാൻ പറ്റുന്ന ദൂരം ഉള്ളുവെങ്കിൽ മമ്മൂട്ടി സമയം കണ്ടെത്തി പറന്നെത്തും. ഏറ്റവും ആശ്വാസം ആവേണ്ടിയിരുന്ന സമയത്ത് മമ്മൂട്ടി മനസ്സറിഞ്ഞ് തനിക്ക് അരികിലേക്ക് എത്തിയതിനെക്കുറിച്ചും കഠിനമായ ദുഃഖത്തിൽ ഇരിക്കുമ്പോഴും മമ്മൂട്ടിയുടെ പ്രവൃത്തി ആശ്വാസം പകർന്നതുമായ സംഭവം വിവരിക്കുകയാണിപ്പോൾ നടൻ ദേവൻ. നിരവധി മമ്മൂട്ടി ചിത്രങ്ങളിൽ ദേവൻ വില്ലൻ വേഷം ചെയ്തിട്ടുണ്ട്. സിനിമാ സെറ്റുകളിൽ നിന്നാണ് മമ്മൂട്ടി ദേവൻ സൗഹൃദം ആരംഭിക്കുന്നത്. ഭാര്യ മരിച്ച സമയത്ത് നിരവധി പേർ കാണാനും ആശ്വസിപ്പിക്കാനും എത്തിയെങ്കിലും കുറച്ചെങ്കിലും ദുഃഖത്തിന് കുറവ് വന്നത് മമ്മൂട്ടി വന്നപ്പോഴാണെന്നാണ് ദേവൻ പറയുന്നു. എന്റെ ജീവിതത്തിലുണ്ടായ ഒരു ആഘാതമായിരുന്നു ഭാര്യയുടെ മരണം. അപ്രതീക്ഷിതമായി സംഭവിക്കുകയായിരുന്നു. കുറെ ആളുകൾ ചടങ്ങിന് വരികയും എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയുമെല്ലാം ചെയ്തിരുന്നു. എല്ലാവരും മരിക്കേണ്ടതല്ലേ, ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൂടിയാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വന്ന പലരും എന്നെ ഉപദേശിച്ചത്, മരണ വീട്ടിൽ നമ്മൾ പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും പോകും, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് കൂടുതൽ. മമ്മൂട്ടിയും അന്ന് വന്നിരുന്നു. ഞാൻ അവിടെ മാറിയിരിക്കുകയായിരുന്നു. എന്റെ അടുത്ത് അദ്ദേഹം വന്നിരുന്നു, കയ്യിൽ പിടിച്ചു. ഒരു അക്ഷരം പറഞ്ഞില്ല. അതിലും വലിയൊരു ആശ്വാസം വേറെയില്ല. അതാണ് ഏറ്റവും വലിയ സംഗതി. മമ്മൂട്ടി കയ്യിൽ പിടിക്കുമ്പോൾ ഞാൻ അറിഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സ്. ആ പിടുത്തത്തിൽ ഒരു കറണ്ട് പാസ് ചെയ്യും. ആ ഇരിപ്പ് എനിക്കൊപ്പം കുറേ നേരം അദ്ദേഹം അവിടെ ഇരുന്നു. ശേഷം എന്നെ ഒന്ന് നോക്കി തല കുലുക്കിയിട്ട് പോയി എന്നാണ് ദേവൻ പറഞ്ഞത്.